അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് തൃച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡിലാണ്. തമിഴ്നാടിൻ്റെ തന്നെ ഏകദേശം മധ്യത്തിലായിട്ട് വരുന്ന ജില്ലയാണ് തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്നത്. പലരും കേട്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും തിരുച്ചിറപ്പള്ളി. കാരണം 11-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാമിൻ്റെ വ്യാപനാർത്ഥം തിരുച്ചിറപ്പള്ളിയിൽ വരികയും തിരുച്ചിറപ്പള്ളിയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ചെയ്ത നെത്ഹർ ആലം ബാദ്ഷാ എന്നവരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഏകദേശം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്ററോളം ദൂരത്തിലാണ് ആ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ആ മക്ബറക്ക് തൊട്ടടുത്ത് തന്നെ ഹിജ്റ 116 നിർമ്മിച്ച ഒരു മസ്ജിദ് കാണാനാണ് നാം ഇന്ന് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമ്മൾ രാജാ പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് ആ മസ്ജിദിലെത്താം. അപ്പോൾ നമ്മൾ നെത്ഹർ ഷാ ദർഗയുടെ ആ ഗല്ലിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നെത്ഹർ ഷാ ദർഗയുടെ മക്കാമിനുള്ളിലേക്ക് കിടക്കുന്ന ഭാഗം. ഇവിടുന്ന് ഈ വലതു ഭാഗത്തേക്കുള്ള ഈ ഗല്ലിയിലേക്ക് പോയാലാണ് നമുക്ക് മക്ക മസ്ജിദ് എന്ന പേരുള്ള ഹിജ്റ 116 നിർമ്മിച്ച ആ പുരാതന പള്ളിയിലേക്ക് എത്താൻ കഴിയുക. നമ്മളിപ്പോൾ വന്ന ഈ ഇടവഴിയിലൂടെ അല്ലാതെ തൊട്ടടുത്ത സിംഗാരത്തോപ്പ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നേരെ മക്ക മസ്ജിദിലേക്കുള്ള ഈ റോട്ടിലേക്ക് പ്രവേശിക്കാം. ആ റോട്ടിലൂടെ ഒരു 2 മിനിറ്റ് മുന്നോട്ട് നടന്നാൽ നമുക്ക് ഇടതുവശത്തായിട്ട് തിരുച്ചിറപ്പള്ളി ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇതാണ് തിരുച്ചിറപ്പള്ളി ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഈ വഴിയിലൂടെ വന്ന് ഇപ്പോൾ നമ്മൾ മക്ക മസ്ജിദിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇടതു ഭാഗത്ത് കാണുന്ന ആ പച്ച മിനാരം മക്ക മസ്ജിദിൻ്റെ മിനാരമാണ്. ഇവിടെ ഈ ഉള്ളോട്ട് പോയിട്ടാണ് ഉളു എടുക്കാനുള്ള സൗകര്യം. ഇവിടെ പഴയ മക്ക മസ്ജിദിൻ്റെ ചില ഫോട്ടോസും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മക്ക മസ്ജിദിലേക്കുള്ള വാതിൽ. ഉള്ളിൽ കയറുമ്പോൾ 2 ഭാഗങ്ങൾ കാണാം. ഒന്ന് പുതിയ ബിൽഡിങ്ങും ഒന്ന് പഴയ ഉയരം കുറഞ്ഞ ഒരു ഭാഗവും. പൂർണ്ണമായിട്ട് കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മേൽക്കൂരയിലും നീളമുള്ള സ്ലാബുകൾ പോലെയുള്ള കല്ലുകൾ പാകി വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മസ്ജിദാണിത്. വളരെ പഴക്കം ചെന്ന മസ്ജിദാണ്. അവിടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ഹിജ്റ 116 ഇത് നിർമ്മിച്ചത്. ഇവരാണ് 40 വർഷമായിട്ട് ഈ പള്ളിയിലെ ഇമാമ്. അവരോട് തന്നെ ആ എഴുത്തുകളെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. സന ഹിജ്രി 116 അസൗബി ഉണ്ടാക്കുന്നത്. അത് ഹദീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ റദി, അലി റളിയല്ലാഹു തആല, ഫാത്തിമ. ഇത് അമ്മ റളിയല്ലാഹു തആല. இந்த பேர் இந்த மஜிதுடைய பேர் அம்மா ரலியல்லாஹு தஆலா. ஹாஜி முகமது அன்வர் பள்ளி உண்டாக்குனது. இது அவங்க பேர். ஹசரத் ஹாஜி சையத் முகமது இப்ராஹிம் நக்கவி. இதனுடைய ஹிஸ்ட்ரி இதுதான். மேலே இருக்கிறது கல்மா. இதெல்லாம் அந்த ஹெட்ரியார் தான். ஹாஜி அப்துல்லா பின் ஹாஜி முகமது அன்வர் இந்த இங்கே இருக்காங்கல்ல, அடங்கி കല്ലുപള്ളി ഇங்கே അടങ്ങിയിരിക്കാങ്ങല്ല அவங்க. ഈ ഭാഗത്ത് 3 സ്വഫിനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. സൈഡിൽ ഖുർആൻ വെക്കുന്നതിന് വേണ്ടി ചെറിയ വിടവുകളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ മസ്ജിദ് ആരും അറിയാതെ കുറേ കാലം കാട് മൂടി മണ്ണ് നിറഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഇമാമിൻ്റെ വല്യുപ്പ ഇവിടെ എത്തിച്ചേർന്നത്. അവർ ഇവിടെ സ്വഹാബിമാരുടെ മക്ബറ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ശേഷം ഇതിനെ പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടുവരികയുമായിരുന്നു. മസ്ജിദിനോട് തൊട്ടടുത്തായി 4 സ്വഹാബാക്കളുടെ മക്ബറകളുണ്ട്. ഇതിൽ ഈ ആദ്യത്തെ മക്ബറയാണ് സ്വഹാബിയുടെ മക്ബറ. ഹസരത്ത് ഹാജി സയ്യിദിന മുഹമ്മദ് ഇബ്രാഹിം എന്ന സ്വഹാബിയുടെ മക്ബറയാണ്. രണ്ടാമത്തേത് ഇപ്പോൾ ഈ പള്ളിയിലുള്ള ഇമാമിൻ്റെ ഉപ്പയുടെ ഖബറാണ്. അതുപോലെ തന്നെ ആ ചെരുവിലുള്ള ഖബറ്
മുമ്പ് ഈ പള്ളിയിലുണ്ടായിരുന്ന ഇമാമിൻ്റെ ഖബറാണ്. ഇത് ഇപ്പോഴത്തെ ഇമാമിൻ്റെ ഉമ്മയുടെ ഖബറാണ്. ഇതാണ് ബനു ത്വാഹിറ എന്ന സ്വഹാബിയുടെ ഖബർ. പള്ളിയുടെ ഈ ഭാഗത്തായിട്ട് ഇമാമിൻ്റെ റൂമിനടുത്ത് 2 സ്വഹാബിമാരുടെ മഖബറയുണ്ട്. ഇത് ഹസരത്ത് ഹാജി അബ്ദുള്ള, ഇത് അൻവർ ഇബ്രാഹിം എന്ന മഹാന്മാരുടെ ഖബറാണ്. ഈ കല്ല് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച അതേ കല്ലാണെന്നാണ്. வலைக்கும் வரமத்துல்லாஹி வபரகாத்துஹு. இந்த ஹிஜ்ரி 116 கட்டப்பட்ட இந்த பள்ளிவாசலோட விளக்கம் தெரியும் பிள்ளைகளுக்கு. இந்த சஹாபாக்கள் தர்கா ஷரீப் இருக்குது. சஹாபாக்கள் அடக்கசலமாக இருக்காங்க. இப்போ இந்த பள்ளிவாசல் இயக்கம் வந்து நாங்கள் 3வது தலைமுறையாக நாங்கள் பரிமாற்றி அதாவது செயல் செஞ்சுட்டு வரோம். ஆகையால் இந்த பள்ளி வந்து ஆரம்ப கட்டத்தில் இருந்த பள்ளி ஓரளவு இருந்தது. அதற்கு பிறகு 2வது தலைமுறையாக கொஞ்சம் சீரமைப்பு பணிகள் செய்தாங்க. இப்போ நம்ம முழுமையாக அவங்களுக்கு பிறகு நாங்கள் 3வது தலைமுறையாக நாங்கள் இந்த பள்ளியை வந்து கட்டி காத்துக்கிட்டு இன்னும் மேற்கொண்டு சிறப்பாக செய்யணுங்கிறதுலாம் ஹாஜி தெரிஞ்சிருக்கோம். எல்லாம் நிறைவேற்றுவோம் இன்ஷா அல்லாஹ். സമയം ഏകദേശം ഇശാ ബാങ്ക് കൊടുക്കാറായി. പള്ളിയുടെ ഉള്ളിൽ എല്ലാ ഞായറാഴ്ചയും നടന്നു വരുന്ന നഖ്ശബന്ദി ദിക്ർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് മക്ക മസ്ജിദിൻ്റെ ട്രസ്റ്റിയായ മുഹമ്മദ് ഗൗസ് എന്നയാളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഴയ മക്ക മസ്ജിദിൻ്റെ കുറേ ഫോട്ടോകളും അവിടെ എഴുതി വെച്ചതിൻ്റെ പഴയ കുറേ രേഖകളൊക്കെ ഉണ്ട്. മറ്റൊരു സമയത്ത് വരികയാണെങ്കിൽ കാണിച്ചു തരാമെന്നും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെയാണ് മക്ക മസ്ജിദിൻ്റെ വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.